ഈ മോഹൻലാൽ ചിത്രം ഓർക്കുന്നുണ്ടോ? തീർച്ചയായും ഇതൊരു വമ്പൻ പടമൊന്നുമല്ല. 90കളിലെ മോഹൻലാൽ ചിത്രങ്ങളെ പറ്റി പറയുമ്പോൾ ആരും എവിടെയും മെൻഷൻ ചെയ്ത് കേൾക്കാറുമില്ല. പക്ഷെ ഞാൻ ഈ പടം ഓർത്തിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൽ കഥാപാത്രങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വെയിറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ്. അതായത് ഏതൊരു സിനിമ എടുത്താലും അതിലെ നായകന്, ഇനി കേന്ദ്ര കഥാപാത്രം നായികയാണെങ്കിൽ നായികയ്ക്ക് സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ ഒരു വെയിറ്റേജ് ഉണ്ടാവും. അതായത് അവർക്കായിരിക്കും കൂടുതൽ സ്ക്രീൻ ടൈം, അവരുടെ കഥാപാത്രത്തിനായിരിക്കും സ്ക്രിപ്റ്റിൽ മൊത്തത്തിൽ ഒരു അപ്പർ ഹാൻഡ്. പക്ഷെ ഒരു ലോഡ് കഥാപാത്രങ്ങളും അവർക്കൊക്കെ ഈക്വൽ ഇമ്പോർട്ടൻസും കൊടുത്ത് ആ ഒരു സംഗതി പാളിപ്പോയ സിനിമയായിരുന്നു ഇതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ പടത്തിലെ നായകൻ മോഹൻലാലാണ്, നായികയായി വരുന്നത് രേവതി. പക്ഷേ ഇതേ മോഹൻലാലും രേവതിയും ഒരുമിച്ച് അഭിനയിച്ച കിലുക്കം എന്ന സിനിമ എടുത്താൽ അതിൽ തിലകൻ, ജഗതി, ഇന്നസെന്റ് പോലെ ഒരുപാട് വമ്പൻ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആ പടത്തിൽ വെയിറ്റേജ് നായകനും നായികയ്ക്കും തന്നെയായിരുന്നു. ടു പുട്ട് ഇറ്റ് സിമ്പിൾ, ആ പടത്തെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അതിൽ നായകന്റെയും നായികയുടെയും മുഖം തന്നെയായിരിക്കും. ഇനി ഇതേ കോമ്പിനേഷനിൽ വന്ന വരവേൽപ്പ് എന്ന സിനിമ എടുത്താൽ ആ സിനിമയുടെ പേര് പറയുമ്പോൾ ഓർക്കുന്നത് നായകനെ മാത്രമാണ്. എന്ന് വെച്ചാൽ ആ പടത്തിൽ മറ്റെല്ലാവരെക്കാളും വെയിറ്റേജ് നായകനാണ്. അപ്പോൾ ഈ ഒരു റൂള് പാലിക്കാൻ പറ്റാതെ പോയൊരു സിനിമയാണ് അഗ്നിദേവൻ. എന്തുകൊണ്ട്? നായകനും നായികയ്ക്കും അപ്പുറത്ത് ഈ സിനിമയിൽ നായകന്റെ അമ്മൂമ്മയുണ്ട്, നായകന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, നായകന്റെ ചേട്ടനായി ദേവൻ വരുന്നുണ്ട്, വില്ലനായി രതീഷ് വരുന്നു. ഇവയൊന്നും പോരാഞ്ഞിട്ട് ക്യാപ്റ്റൻ രാജുവിന്റെ കഥാപാത്രം വരുന്നു. അങ്ങനെ ഇവർ ചുമ്മാ സ്ക്രീനിൽ വന്നു പോകുന്നതല്ല, ഈ പറഞ്ഞ കഥാപാത്രങ്ങൾക്കൊക്കെ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് പടത്തിൽ കൊടുത്തിരിക്കുന്നത്. അത്ര തന്നെ ഡയലോഗുകളും. അപ്പോൾ ഇത്രയും വലിയ പൂരത്തിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരാളായി നായകനും. ഇതായിരുന്നു എനിക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള ഇംപ്രഷൻ. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പടം ഇപ്പോഴും ഓർത്തിരിക്കുന്നതും. ഇങ്ങനെയൊക്കെ തോന്നിയ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നിങ്ങൾക്ക് ഈ പടം ഓർമ്മയുണ്ടെങ്കിൽ ഈ പടത്തെക്കുറിച്ചുള്ള നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.